Good morning, students. +2 അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിംഗ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമുക്കറിയാം, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ ഫൈനൽ അക്കൗണ്ട്സിൽ പ്രധാനമായിട്ടുമുള്ളത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇവയാണ്. അതിൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഇൻ എ പർട്ടിക്കുലർ അക്കൗണ്ടിംഗ് പീരീഡ്. ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിംഗ് പീരീഡിലെ ക്യാഷ് റെസിപ്റ്റുകളും ക്യാഷ് പേയ്മെന്റ്സും എഴുതുന്ന അക്കൗണ്ടാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. +1 നമ്മൾ ക്യാഷ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ക്യാഷ് ബുക്കിന്റെ രീതി, ക്യാഷ് ബുക്ക് അതിന്റെ ഒരു സമ്മറിയാണ്. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ക്യാഷ് ബുക്ക് ഉണ്ടായിരിക്കും. അത് അക്കൗണ്ടിംഗ് ഇയറിന്റെ ബിഗിനിങ് മുതൽ എൻഡ് വരെയുള്ള എല്ലാ ഓരോ ദിവസത്തെയും വരവും ചെലവ് എഴുതി ബാലൻസ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അവിടെ പലതവണ സബ്സ്ക്രിപ്ഷൻസ് കിട്ടിയിട്ടുണ്ടാവും, ഡൊണേഷൻസ് പലതവണ കിട്ടിയിട്ടുണ്ടാവും, അതുപോലെ ലെഗസി കിട്ടിയിട്ടുണ്ടാവും, അതുപോലെ ന്യൂസ് പേപ്പറിന് പണം കൊടുത്തിട്ടുണ്ട് എല്ലാ മാസവും, അതുപോലെ ഹോണറേറിയം ടു സെക്രട്ടറിക്ക് പ്രതിഫലമായിട്ട് ഹോണറേറിയം കൊടുത്തു പല മാസം കൊടുത്തുണ്ടാവും. അപ്പൊ ഇതെല്ലാം ക്യാഷ് ബുക്കിലുണ്ട്. ഇതിന്റെ ഒരു സമ്മറി ആയിട്ട് തയ്യാറാക്കുന്നതാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. അപ്പം ഒരു വർഷം കിട്ടിയ സബ്സ്ക്രിപ്ഷന്റെ ടോട്ടൽ എത്രയാണെന്ന് കണ്ടുപിടിച്ച് അത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിലേക്ക് എടുക്കുന്നു. ഒരു വർഷം ന്യൂസ് പേപ്പറുകൾക്ക് പലതവണ പണം കൊടുത്തുകൊണ്ട് അതെല്ലാം അവിടെ ടോട്ടൽ കണ്ടുപിടിച്ച് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ ആ ടോട്ടൽ പേയ്മെന്റ്, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള റെസിപ്റ്റുകളുടെയും ഒരു വർഷത്തെ ടോട്ടൽ കണ്ടുപിടിച്ച് റെസിപ്റ്റ്സ് ഒക്കെ ഡെബിറ്റ് സൈഡിലും പേയ്മെന്റ്സ് ക്രെഡിറ്റ് സൈഡിലും എഴുതുന്ന ഒരു അക്കൗണ്ടാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. അപ്പൊ അതൊരു ക്യാഷ് ബുക്ക് പോലെ തന്നെയാണ്. ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ തുടക്കം എന്ന് പറയുന്നത് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആൻഡ് ബാങ്ക് ബാലൻസ്. അതായത് അക്കൗണ്ടിങ്ങിന്റെ ബിഗിനിങ്ങിൽ അത് April 1 ആവാം, അല്ലെങ്കിൽ January 1. അത് അന്നത്തെ ഡേറ്റിൽ ഉള്ള ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്, അതുപോലെ തന്നെ ഓപ്പണിംഗ് ബാങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ, ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ആ ബാലൻസ് വേണം എഴുതി തുടങ്ങാൻ. അത് കഴിഞ്ഞ് റെസിപ്റ്റുകളെല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഈ റെസിപ്റ്റുകൾ എഴുതുമ്പോൾ അവിടെ ക്യാപിറ്റൽ റെസിപ്റ്റും ഉണ്ടാവും, റവന്യൂ റെസിപ്റ്റും ഉണ്ടാവും. റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ റിക്കറിംഗ് നേച്ചറിലുള്ളതാണ്. സബ്സ്ക്രിപ്ഷന് അതൊക്കെ റവന്യൂ റെസിപ്റ്റ് ആണ്. എന്നാൽ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത് റിക്കറിംഗ് നേച്ചറുള്ള ആയിരിക്കില്ല, പ്രത്യേക ഫണ്ടിലേക്കുള്ളതാവാം, ഡൊണേഷൻ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, അങ്ങനെ എന്തെങ്കിലും പ്രത്യേക പർപ്പസിനുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ നമുക്ക് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് എടുക്കണം. ഇപ്പൊ യാതൊരു വേർതിരിവും വേണ്ട. എല്ലാ റെസിപ്റ്റുകളും ഡെബിറ്റ് സൈഡിലും, അത് ക്യാപിറ്റൽ ആയിക്കോട്ടെ റവന്യൂ ആയിക്കോട്ടെ, എല്ലാ റെസിപ്റ്റുകളും ഡെബിറ്റ് സൈഡിലും, അവരെല്ലാ പേയ്മെന്റുകളും ക്രെഡിറ്റ് സൈഡിലും. പേയ്മെന്റ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുമ്പോൾ അതിൽ റവന്യൂ പേയ്മെന്റ്സും ഉണ്ടാവും, ക്യാപിറ്റൽ പേയ്മെന്റ്സും ഉണ്ടാവും. അതിന്റെ വേർതിരിവൊന്നും നോക്കേണ്ട കാര്യമില്ല. റവന്യൂ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ റിക്കറിംഗ് നേച്ചറിലുള്ളതാണ്, റിക്കറിംഗ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് ആണ്. റെന്റ്, പേയ്മെന്റ് ടുവേഴ്സ് ന്യൂസ് പേപ്പർ, അതുപോലെ ഓഫീസ് എക്സ്പെൻസ്, ഹോണറേറിയം ടു സെക്രട്ടറി, ഇതെല്ലാം റവന്യൂ എക്സ്പെൻസുകളാണ്. അതുപോലെ സ്റ്റേഷനറി എക്സ്പെൻസ്. ഇനി അതുപോലെ തന്നെ ചിലപ്പോൾ അവിടെ ലൈബ്രറികളെ സംബന്ധിച്ച് ലൈബ്രറി ബുക്ക് വാങ്ങിച്ചുണ്ടാവും, ഫർണിച്ചർ വാങ്ങിച്ചുണ്ടാവും. അപ്പൊ അതൊക്കെ ക്യാപിറ്റൽ പേയ്മെന്റ് ആണ്. കാരണം അതൊക്കെ ഫിക്സഡ് അസറ്റ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. അപ്പൊ ആദ്യം ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. പ്രിപ്പയർ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഓഫ് സ്റ്റാർസ് ക്ലബ് ഫോർ ദ ഇയർ എൻഡഡ് 31 ഡിസംബർ 2014. ക്യാഷ് ഇൻ ഹാൻഡ് ഓപ്പണിംഗിലെ പറയുന്നുണ്ട്, അതുപോലെ ക്യാഷ് അറ്റ് ബാങ്ക് ഓപ്പണിംഗിലെ പറയുന്നുണ്ട്. അപ്പം ആ അക്കൗണ്ടിങ്ങിന്റെ ബിഗിനിങ്ങിൽ ഇവിടെ 1 ജനുവരി 2014 അന്നത്തെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. പിന്നെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇൻകം റെസിപ്റ്റ് ആണ്. എൻട്രൻസ് ഫീസ് കിട്ടുന്നതാണ്. എൻട്രൻസ് ഫീസ് പറഞ്ഞാൽ പ്രവേശന ഫീസ് ആണ്, അത് കിട്ടുന്നതാണ്. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ വിറ്റ് പണം കിട്ടിയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഉണ്ട്. പിന്നെ സാലറീസ് ആൻഡ് വേജസ് എന്ന് പറയുന്നത് പേയ്മെന്റ് ആയിരിക്കും. ഹോണറേറിയം ടു സെക്രട്ടറിക്ക് പ്രതിഫലം കൊടുക്കുന്നത്. ലെക്ചർ ഫീ പെയ്ഡ്, റെന്റ് റേറ്റ്സ് ആൻഡ് ടാക്സസ്, റെന്റ് ഒക്കെ കൊടുത്തത്, നികുതികൾ കൊടുത്തത്. മിസ്ലേനിയസ് ആയിട്ടുള്ള എക്സ്പെൻസുകളുണ്ട്. എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് എക്സ്പെൻസ് ഉണ്ട്, സ്പോർട്സ് ഈവന്റ്സ് ഒക്കെ നടത്തിയതിന്റെ എക്സ്പെൻസ് ആണ്. ലൈബ്രറി ബുക്സ്, ലൈബ്രറിയിലേക്ക് വേണ്ടി ബുക്ക് വാങ്ങിച്ചുകൊണ്ട് അതൊരു പേയ്മെന്റ് ആണ്, പക്ഷെ റവന്യൂ അല്ല, എങ്കിലും പേയ്മെന്റ് ആയത് നമ്മൾ എഴുതണം. ഫർണിച്ചർ വാങ്ങിച്ചുകൊണ്ട്, പിന്നെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് തയ്യാറാക്കാം. ആദ്യമായിട്ട് നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്, ബാങ്ക് ബാലൻസ് തന്നിട്ടുള്ള എഴുതണം. അപ്പൊ ഈ പ്രോബ്ലത്തിൽ നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ബാലൻസ് ഉണ്ട്.
അവിടെ നമ്മൾ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് അസറ്റ് ആണ്, അതുകൊണ്ട് ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എഴുതിയിട്ട് ക്യാഷിന്റെ ബാലൻസ് ആദ്യം എഴുതാം. ക്യാഷിന്റെ ബാലൻസ് എത്രയാണ്? 600 രൂപയാണ്. 600 രൂപ ഇങ്ങോട്ട് എഴുതുക. ഇനി നിങ്ങൾ ബാങ്ക് ബാലൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാങ്കിന് ഇവിടെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അത് ഡിപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്കത് എവിടെ എഴുതാം? ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ എഴുതാം. 1200 രൂപ എഴുതാം. എന്നാൽ ചിലപ്പോൾ ഈ ബാങ്കിന്റെ തന്നിട്ട് അത് ഓവർ ഡ്രാഫ്റ്റ് എന്നോ അല്ലെങ്കിൽ CR എന്നോ തരികയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ അത് ലൈബിലിറ്റി ആയിട്ട് വരും. അങ്ങനെയാണ് ക്രെഡിറ്റ് ലൈബിലിറ്റി, അങ്ങനെ ലൈബിലിറ്റി അല്ലെ ഓവർ ഡ്രാഫ്റ്റ് എന്നോ വല്ല കാണിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് ഡെബിറ്റ് സൈഡിൽ എഴുതല്ലേ. ബൈ ബാലൻസ് BD എന്ന് എഴുതി ഓപ്പണിംഗ് ബാലൻസ് ബാങ്കിന്റെ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ക്യാഷ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു, അതുപോലെ ബാങ്ക് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ഇനി ഓരോ ഐറ്റം നോക്കിയിട്ട് റെസിപ്റ്റ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിലും പേയ്മെന്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലുമാണ് എഴുതേണ്ടത്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലബിന് അതിന്റെ അംഗങ്ങളിൽ നിന്ന് കിട്ടുന്ന വരിസംഖ്യയാണ് എല്ലാ മാസം കിട്ടുന്നതാണ്. റവന്യൂ റെസിപ്റ്റ് ആണ്. അപ്പം അവിടെ നമുക്ക് അത് ഒരു പണം കിട്ടുന്നതായതുകൊണ്ട് നമുക്ക് അത് ഡെബിറ്റ് സൈഡിലേക്ക് എഴുതാം. പണം കിട്ടിയതായതുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ അതിന്റെ എമൗണ്ട് 16,500. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം അല്ലെ റവന്യൂ എന്ന് പറയുന്ന സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും. പിന്നെ എൻട്രൻസ് ഫീസ് ആണ്, അത് പണം കിട്ടുകയാണ്. പുതുതായിട്ട് അംഗങ്ങളൊക്കെ വരുമ്പോൾ അവരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫീസാണ് എൻട്രൻസ് ഫീസ്. അതും ഒരു റെസിപ്റ്റ് ആണ്. അപ്പൊ നമുക്കത് എൻട്രൻസ് ഫീസും ഇവിടെ ഒരു റെസിപ്റ്റ് ആയിട്ട് എഴുതാം. എമൗണ്ട് 1500. അതുപോലെ അടുത്തത് സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ. മിക്കവാറുള്ള ക്ലബുകളിലും ഒക്കെ ന്യൂസ് പേപ്പറുകൾ വരുന്നുണ്ടാവും. അത് കുറച്ച് പഴയതൊക്കെ ഒരു കൂട്ടമായി കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് അത് വിൽക്കും. അങ്ങനെ വിറ്റ് കിട്ടുന്ന പണമാണ്. അപ്പൊ അത് ഒരു റെസിപ്റ്റ് ആണ്. സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ. സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ 200. പഴയ പത്രം വിറ്റ് പണം കിട്ടിയത്. അതിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ബാങ്കിൽ ഡിപ്പോസിറ്റ് കിടക്കുന്നതിന്റെ അതിന് ഇൻട്രസ്റ്റ് കിട്ടിയതാണ്. അപ്പൊ അത് പണം കിട്ടിയതാണ്, അത് റെസിപ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് 300. അതുപോലെ തന്നെ അടുത്തത് സാലറീസ് ആൻഡ് വേജസ്, ശമ്പളം കൂലിയെ കൊടുത്തത്. അപ്പൊ അതെന്താണ്? ഒരു പേയ്മെന്റ് ആണ്. നമ്മള് സാലറി എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ അറിയാം അത് ശമ്പളം അല്ലെങ്കിൽ കൂലി എന്ന് പറയുന്ന പേയ്മെന്റ് ആണ്. അപ്പൊ അത് ക്രെഡിറ്റ് സൈഡിലേക്ക് വേണം എഴുതാൻ. ബൈ സാലറീസ് ആൻഡ് വേജസ്. 2100. പിന്നെ ഹോണറേറിയം ടു സെക്രട്ടറി. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സെക്രട്ടറി, പ്രസിഡന്റ്, പിന്നെ ഒരു കമ്മിറ്റി അംഗങ്ങൾ ചേർന്നായിരിക്കും. ഇപ്പൊ സെക്രട്ടറി ആയിരിക്കും ഇതിന്റെ കണക്കുകളും കാര്യങ്ങളും എല്ലാം എഴുതുന്ന രജിസ്റ്ററുകളെല്ലാം എഴുതി സൂക്ഷിക്കുന്നതും. അദ്ദേഹത്തിന് ഒരു പ്രതിഫലം എല്ലാ മാസവും കൊടുക്കുന്നുണ്ടാവും. അതിന് നമ്മൾ സാലറി എന്ന പേരിലല്ല വിളിക്കുന്നത്, ഹോണറേറിയം. അപ്പൊ അതും ഒരു പേയ്മെന്റ് ആണ്. ബൈ ഹോണറേറിയം ടു സെക്രട്ടറി. അതൊരു റവന്യൂ പേയ്മെന്റ് ആണ്. എല്ലാ മാസവും കൊടുക്കുന്നതായിരിക്കും. 1300. പിന്നെ ലെക്ചർ ഫീ പെയ്ഡ്, ആരെങ്കിലും വിളിച്ച് ക്ലാസ്സുകളൊക്കെ ഏൽപ്പിച്ചതായിരിക്കും. അപ്പം അതിന്റെ ഒരു പേയ്മെന്റ് ആണ് ലെക്ചർ ഫീ 2000. അതുപോലെ തന്നെ റെന്റ്, റൈസ് ആൻഡ് ടൈക്സ്, വാടക, എന്തെങ്കിലും ഇടത്തേക്ക് വാടകയുടെ അതുപോലെ നികുതിയൊക്കെ അടച്ചേക്കുന്നത്, അതും ഒരു പേയ്മെന്റ് ആണ്. റെന്റ്, റൈറ്റ്സ് ആൻഡ് ടാക്സസ് 2200. അതുപോലെ തന്നെ മിസ്ലേനിയസ് എക്സ്പെൻസ്, അല്ലറ ഇല്ലറ ചെലവുകളൊക്കെ വന്നത് പേയ്മെന്റ് ആണ്. മിസ്ലേനിയസ് എക്സ്പെൻസസ് 400 രൂപയാണ്. അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് എക്സ്പെൻസ്, എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾ, സ്പോർട്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ചെലവുകൾ, അതും പേയ്മെന്റ് ആണ്. എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് എക്സ്പെൻസസ്, സ്പോർട്സ് എക്സ്പെൻസ് 2200.
അതുപോലെ ലൈബ്രറി ബുക്സ് ബോർഡ്, ലൈബ്രറിയിലേക്ക് വേണ്ടി പുസ്തകങ്ങൾ വാങ്ങിച്ചു. അപ്പൊ അവിടെയും അതൊരു റവന്യൂ എക്സ്പെൻസ് അല്ല എങ്കിലും ഒരു പേയ്മെന്റ് ആണ്, പണം കൊടുത്തതാണ്. അതുകൊണ്ട് റെസിറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ലൈബ്രറി ബുക്സ് 2500. അതുപോലെ ഫർണിച്ചർ വാങ്ങിച്ചിട്ടുണ്ട്, അതും ഒരു പേയ്മെന്റ് ആണ്, ക്യാപിറ്റൽ പേയ്മെന്റ് ആണെന്നേ ഉള്ളൂ. ഫർണിച്ചർ പർച്ചേസ്ഡ് 3000. പിന്നെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആണ്. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എഴുതി, അത് ക്വസ്റ്റ്യനിൽ തന്നെ. അപ്പൊ ഏത് റെസിറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എക്സാമിന് 5 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ഉണ്ടായിരിക്കും, ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കും, പണം കിട്ടിയതുണ്ടായിരിക്കും, കൊടുത്തുണ്ടാവും. അപ്പൊ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും നമ്മൾ എഴുതണം. ബാങ്ക് ബാലൻസ് എഴുതുമ്പോൾ ക്രെഡിറ്റ് എന്ന വല്ലതും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം, ഓവർ ഡ്രാഫ്റ്റ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എഴുതുക. പിന്നെ പണം കിട്ടിയതെല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതി. സബ്സ്ക്രിപ്ഷൻ, എൻട്രൻസ് ഫീസ്, സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇതെല്ലാം പണം കിട്ടിയതാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി. ഇനി ക്രെഡിറ്റ് സൈഡിലെ പേയ്മെന്റ്സ് ആണ്. പണം കൊടുത്തതല്ല എഴുതണം. അത് ക്യാപിറ്റൽ ആണോ റവന്യൂ ആണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യുമ്പോൾ മാത്രം വേർതിരിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ ഇവിടെ സാലറീസ് ആൻഡ് വേജസ്, ഹോണററി ടു സെക്രട്ടറി, ലെക്ചർ ഫീ, റെന്റ്, റൈസ് ആൻഡ് ടാക്സസ്, മിസ്ലേനിയസ് എക്സ്പെൻസ്, എന്റർടൈൻ ആൻഡ് സ്പോർട്സ് എക്സ്പെൻസ്, ലൈബ്രറി ബുക്സ്, ഫർണിച്ചർ പർച്ചേസ്, ഇതെല്ലാം നമ്മൾ എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് അവസാനം ഒരു ഐറ്റം എഴുതാണ്ട് ക്ലോസിംഗ് ക്യാഷ് അറ്റ് ബാങ്ക്. അപ്പൊ നമ്മൾ ഓപ്പണിംഗിൽ ശ്രദ്ധിക്കണം. ഓപ്പണിംഗിൽ ക്യാഷ് 600 ഉണ്ടായിരുന്നു, ബാങ്ക് ഉണ്ടായിരുന്നു. അപ്പം ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ക്ലോസിംഗിൽ എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ ക്ലോസിംഗിലെ ക്യാഷ് അറ്റ് ബാങ്ക് നമുക്ക് അറിയാം. ബാങ്കിൽ 1600 ഉണ്ട്. ഇപ്പം ക്ലോസിംഗിലെ ക്യാഷ് ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അത് ബാലൻസിംഗ് ഫിഗറിലാണ്. അപ്പൊ ആ ക്ലോസിംഗ് ബാലൻസ് എഴുതുമ്പോൾ ഇവിടെ നമ്മൾ ബൈ ബാലൻസ് സി ഡി, ക്ലോസിംഗ് ബാലൻസ്, അതിൽ അറിയാവുന്ന ബാലൻസ് നമ്മൾ അങ്ങ് എഴുതുക. ചിലപ്പോൾ ക്യാഷ് മാത്രമുള്ളെങ്കിൽ ബാങ്ക് ഇല്ലെങ്കിൽ പിന്നെ ഓപ്പണിംഗിൽ ബാങ്ക് കാണില്ല, ക്ലോസിംഗിൽ ബാങ്ക് കാണില്ല. അപ്പം ക്ലോസിംഗ് ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നതായിരിക്കും ക്യാഷ് ബാലൻസ്. ഇവിടെ ബാങ്ക് ബാലൻസ് 1600 എഴുതുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ബാലൻസ് ചെയ്യണം. അപ്പം ക്ലോസിംഗ് ബാലൻസിൽ ബാങ്ക് നമുക്കറിയാം, ക്യാഷ് എത്രയാണ് അറിയത്തില്ല. അപ്പൊ ആ ക്യാഷ് ബാലൻസ് ആണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. ആ ക്യാഷ് ബാലൻസ് ക്യാഷിന്റെ ബാലൻസ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ഇത് ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡ് ആയിരിക്കും ക്യാഷ് അക്കൗണ്ട് ആയതുകൊണ്ട്, അല്ലെങ്കിൽ റെസിറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ക്യാഷ് ബുക്കിംഗ് സമ്മറി ആണ്, ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. അത് ടോട്ടൽ ചെയ്ത് എഴുതുക. $20,300 ഡെബിറ്റ് ടോട്ടൽ വന്നു. ആ ടോട്ടൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതണം. ഇനി ഡിഫറൻസ് കണ്ടെഴുതുക. പിന്നെ ബാലൻസ് വരുന്നത് 3000 രൂപയാണ്. ഈ 3000 ഇതാണ് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആയിട്ട് എഴുതുന്നത്. ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആയിട്ട് വരുന്നത് 3000 രൂപ. അപ്പൊ ഇങ്ങനെയാണ് ഒരു റെസിറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത്. ഹെഡിങ് എഴുതുന്ന റെസിറ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് സ്റ്റാർട്ട്സ് ഫോർ ദി ഇയറിന്റെ 31 ഡിസംബർ 2014. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് എഴുതുന്നു, റെസിപ്റ്റ് എല്ലാം എഴുതി, എല്ലാ പേയ്മെന്റ്സും ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ക്ലോസിംഗ് ബാലൻസ് തന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് എഴുതുക, ബാക്കിയുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക, അതിലേതാണെന്ന് നോക്കുക. ഇപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ.